ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, ദാഹിക്കുകയില്ല. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം ഒരുക്കപ്പെടുന്നുണ്ട്. നിങ്ങളത് കഴിക്കുകയും ചെയ്യും. ഇന്നലെയും അതുപോലെ തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം ഒരുക്കപ്പെട്ടു, നിങ്ങളത് കഴിച്ചു. നിങ്ങളത് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തൊരു തൃപ്തി വന്നിട്ടുണ്ട്, ആഹാരം തീർന്നിട്ടുമുണ്ട്. എന്നാൽ വീണ്ടും ഇതാ ആഹാരം ഒരുക്കപ്പെടുകയാണ്. കാരണം നിങ്ങൾക്ക് വീണ്ടും വിശക്കുകയാണ്. ആഹാരങ്ങൾ ഇങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശപ്പ് മാറുന്നേയില്ല. എന്നാൽ ഇതാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, ഇത് ജീവൻ്റെ അപ്പമാണ്. ഇന്നലകളിൽ പിതാക്കന്മാർക്ക് വേണ്ടി ചലിച്ച വചനം, അതേ വചനം, അവരെ തൃപ്തിപ്പെടുത്തിയ വചനം. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടെന്ന വചനം പിതാക്കന്മാർക്ക് തൃപ്തി നൽകി അവിടെ കൊണ്ട് അവസാനിക്കാതെ ഇന്ന് പകലും അതേ വചനം തന്നെ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് ജീവൻ്റെ അപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല യേശു നിങ്ങൾക്ക് തരുന്നത്. ദാവീദ് ഇത് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചവനാണ്. എന്താണെന്ന് ദാവീദ് പാടിയത്? കൂരിരുളിൻ്റെ താഴ്വരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എങ്കിലും എനിക്ക് പേടിയില്ല, എന്നെ നടത്തുന്നൊരിടയനുണ്ട്. ഞാൻ ആടുകളെ നടത്തുന്ന ഇടയനാ, എൻ്റെ ആടുകളെ ഞാൻ നടത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ ദൈവവും ഒരിടയനാ. അവൻ എന്നെ നടത്തുന്നത് കൂരിരുളിൻ്റെ താഴ്വരയുടെ നടുവിലാണ്. എനിക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇതപ്പമാണ്. നിങ്ങളുടെ വിശപ്പ് മാറ്റുന്ന അപ്പം, ദാഹം മാറ്റുന്ന അപ്പം. ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. വിശ്വസിക്ക്, ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതലാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനം ഇന്ന് പകൽ നിങ്ങളെ ശുദ്ധീകരിക്കും. ഇന്നലകളിൽ നിങ്ങൾ ആ വചനത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്, ഇന്ന് പകലും ആശ്രയിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ആ വചനം ചലിക്കും. ഇന്നലകളിൽ പിതാക്കന്മാർക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, യേശു നിങ്ങൾക്ക് തരുന്ന അപ്പം ജീവൻ്റെ അപ്പമാണ്. അത് പഴകിപ്പോകത്തില്ല, തീർന്നു പോകത്തില്ല, അതൊരിക്കലും നാറ്റം വയ്ക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അത് ജീവനുള്ള അപ്പമാണ്. അതിലെന്നും ജീവനുണ്ട്, അതിലെന്നും ചൈതന്യമുണ്ട്. അത് ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ജീവനായി, ചൈതന്യമായി, വിടുതലായി വെളിപ്പെട്ടു വരും. യേശു നിങ്ങളെ ഒരു നാൾ തള്ളിക്കളയത്തില്ല. നിങ്ങളോട് കൂടെ യേശു ഉണ്ട്. ധൈര്യമായി മുൻപോട്ട് പോക്കോ, യേശു കൂടെയുണ്ട്. നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്ക് ഇനിയും യാത്രയുണ്ട്. നിത്യതയിലെത്തുന്നത് വരെ അവൻ കരത്തിൽ പിടിക്കും. നിങ്ങൾ അവൻ്റെ കരസ്പർശനം അനുഭവിക്കും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അപ്പൻ തോളിൽ എടുക്കുന്നത് പോലെ ദൈവം നിങ്ങളെ വഹിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇന്ന് പകൽ ആ കരുതൽ നിങ്ങൾ കാണും. ഇന്ന് പകൽ ആ വിടുതൽ നിങ്ങൾ അനുഭവിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.